ഒരിക്കലും മുദഫർ രാജാവല്ല ആദ്യമായി മൗലിദ് നിർമ്മിച്ചത്. മുജ്തഹിദിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, എനിക്ക് വഹദ് മല പോലെ സ്വർണമുണ്ടായാൽ എനിക്ക് വഹദ് മല പോലെ സ്വർണമുണ്ടായാൽ ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിലേക്ക് ഞാൻ ചെലവഴിച്ചിരുന്നു എന്ന് താബിയായിരിക്കുന്ന മുജ്തഹിദായ ഷാഫി ഇമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ മുജ്തഹിദിന്റെ ഇമാമായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രഖ്യാപിച്ചു. അധിക ആടുകളെയും കോഴികളെയും എടുത്ത് രാജകീയമായ മൗലിദ് കഴിച്ചത് മുദഫർ രാജാവാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് ഇക്കാര്യം പറഞ്ഞത്. ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഹസൻ ബസ്രി അത് പറഞ്ഞിട്ടില്ല. ഹസൻ ബസ്രി ഞാൻ പറഞ്ഞു. ഹസൻ ബസ്രി റഹിമഹുല്ലാ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങൾ കാണിച്ചു നമുക്ക് ഒന്നിച്ച് മൗലിദ് കഴിക്കാം. നിങ്ങൾ അത് തെളിയിച്ചെന്നാൽ നമുക്ക് ഒന്നിച്ച് മൗലിദ് കഴിക്കാം, ഒരു സംശയമില്ല. ഇൻഷാല്ലാ ഒന്നിച്ച് നമുക്ക് പാടാം. ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥത്തില് ഒരു വാചകം ആയിക്കോട്ടെ, ഇൻഷാല്ലാ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളൊപ്പുണ്ട്, നമുക്ക് ഒന്നിച്ച് മൗലിദ് കഴിക്കാം, ഒരു സംശയമില്ല. ആയിക്കോട്ടെ. പിന്നെ ഹസൻ ബസ്രി ഇമാം ഷാഫിയെ പോലെയല്ല, ഇമാം അബൂ ഹനീഫയെ പോലെയല്ല, അതിനേക്കാൾ മുകളിലാണ്. കാരണം അദ്ദേഹം താബിഇയാണ്. 500ഓളം സ്വഹാബിമാരെ കണ്ട താബിഇയാണ് ഹസൻ ബസ്രി. ഹിജ്റ 110 അദ്ദേഹം വഫാത്തായത്. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ബുക്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടത് ഞാൻ ന്യായമായും സംശയിക്കുന്നു ഇആനത്തുൽ ത്വാലിബീൻ എന്ന കിതാബിന്റെ ഇബാറത്താണ്. അല്ലേ അല്ലേ? എന്നാ ഒന്ന് പറഞ്ഞാണി. ഹസൻ ബസ്രി ഇവിടെ പറഞ്ഞു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയും ഹസൻ ബസ്രിന്റെ കിതാബോ ശിഷ്യന്മാരുടെ കിതാബോ ഹസൻ ബസ്രിയെ കണ്ടവരോ കേട്ടവരോ അത് പറയും. മൗലവിമാര് അഫനജാറുൽ മുസ്ലിമീനകൽ മുജ്രിമീൻ അല്ല, അവിടെ നമുക്ക് പോകാം. ഇത് പറയും മുസ്ലിമീങ്ങളെ ആക്കാന്ന് പറഞ്ഞില്ലേ? അല്ല, നമ്മൾ മുജ്രിം ആകാതെ അതാണ് നല്ലത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതിയെടുത്തത് ഇആനത്തുൽ ത്വാലിബീനിൽ നിന്നാണ്. 3-ാം വാള്യം 363-ാമത്തെ പേജില് ഇആനത്തുൽ ത്വാലിബീനിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. ഹസൻ ബസ്രി പറഞ്ഞു, ലൗ കാന ലി മിസ്ല ഉഹുദിൻ ദഹബ ലഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ട് താഴെ ഉണ്ടെന്നറിയോ? അതേ കിതാബില് ഒരു 4 വരെ അപ്പുറത്തേക്ക് പോയ നേരത്തെ വായിച്ച അവിടെയുണ്ട്. വഅവ്വലു മൻ അഹദസ മിൻ മുലൂക്കി അൽ മലിക്കുൽ മുദഫർ. ആ കിതാബിലുണ്ട്. അല്ലല്ല, അതെ. പിന്നെ വൈരുദ്ധായില്ലേ? അപ്പൊ വൈരുദ്ധായില്ലേ? ഹസൻ ബസ്രി പറഞ്ഞു പറയും ചെയ്യാം, അപ്പൊ മുദഫർ ഉണ്ടാക്കി പറയും ചെയ്യാം. അതേ താബിഈ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഹസൻ ബസ്രിയുടെ പേരിൽ നമ്മൾ ആ കളവ് പറയരുത്. ഹസൻ ബസ്രി അത് പറഞ്ഞിട്ടില്ല എന്നല്ല, താബിഈങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഹസൻ ബസ്രി റഹിമഹുല്ലാ ഇതിനെ 110 വഫാത്തായത്. ഹിജ്റ 110 ഹസൻ ബസ്രി റഹിമഹുല്ലാ വഫാത്തായത്. എന്നാൽ ഇത് നമ്മൾ കാണുന്ന കിതാബേദ ഇആനത്തുൽ ത്വാലിബീൻ, ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ, സയ്യിദ് ബക്കരി അദ്ദിംയാത്തി അദ്ദേഹം എഴുതിയ ഇആനത്തുൽ ത്വാലിബീൻ. ഇതാണ് കിതാബ്. അതിലെ 3-ാം വാള്യം. ഇതിലാണ് ആ വാചകം പറഞ്ഞത്. അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച ഹസൻ ബസ്രി റഹിമഹുല്ലാ അത് പറഞ്ഞു വന്ന് നേരെ സ്വീകാരയോഗ്യമായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിന് സനദ് വേണം. നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും സനദില്ലാതെ സ്വീകരിക്കുന്നല്ലോ. അതല്ലേ മറ്റേ ചങ്ങായി മുടിവന്നപ്പോ നമ്മളെല്ലാവരും പറഞ്ഞു പറ്റൂലാറുന്നത് സനദില്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞാൽ പോലും സ്വഹീഹായ സനദോട് കൂടി സ്ഥിരപ്പെട്ടെങ്കിലല്ലേ സ്വീകരിക്കൂ എന്നാണല്ലോ. എങ്കിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ എവിടെ പറഞ്ഞു എന്നോ ആരോട് പറഞ്ഞു എന്നോ ആര് കേട്ടു എന്നോ ഒന്നുമില്ലാതെ ആർക്ക് ആരെ പറ്റും പറഞ്ഞൂടെ? ആർക്ക് ആരെ കുറിച്ചും പറയാലോ. ഹസൻ ബസ്രി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. ഇപ്പൊ ചില മൂലയന്മാർ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളെ പോലത്തെ കുറച്ചും കൂടി അപ്പുറത്തുള്ള മൂലയന്മാർ ഇപ്പൊ പണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉമർ ഖത്താബും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പഠിച്ചവരെ പെടില്ലാത്ത എന്തെല്ലാം കാട്ടും. നമുക്ക് അങ്ങനെ ആകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് അന്വേഷിക്കും. ഞാൻ പറഞ്ഞു മാത്രം നിൽക്കണ്ട, നിങ്ങൾ അന്വേഷിച്ചോളി. നിങ്ങൾ അന്വേഷിച്ച 2 കിതാബിൽ അത് കിട്ടും. ഒന്ന് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീനിൽ കിട്ടും. 2 ഇബ്നു ഹജർ ഹൈതമിയുടെ പേര് പ്രചരിപ്പിക്കപ്പെടുന്നു അൻ ഇത്മാമുൻ നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട്.
അത് അദ്ദേഹത്തിന് ആണോ അല്ലേ, ആണെങ്കിൽ തന്നെ ആളുള്ളതാണോ ഈ ഉള്ളത്, അതൊക്കെ വേറെ വിഷയം. തുർക്കിയ ഇസ്തംബൂളിൽ നിന്നാണ് ആ സാധനം പുറത്തേക്ക് വന്നത് തന്നെ, അതിലും കാണും. അതിനപ്പുറത്ത് അത് രണ്ടും ഹിജ്റ 10-ാം നൂറ്റാണ്ടാണ്. അതിനപ്പുറത്ത് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഹിജ്റ 110 വഫാത്തായത്. അവിടുന്ന് ഇങ്ങോട്ട് 900 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബുക്കിൽ നമ്മൾ കാണാം ഹസൻ ബസ്രി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഹസൻ ബസ്രി പറയുമ്പോ അത് കേട്ട ഒരാളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ശിഷ്യന്മാര് അത് ഹസൻ ബസ്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, അതാരാണെന്ന് അന്വേഷിച്ച് നോക്കി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി ആ വിഷയം അന്വേഷിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഹസൻ ബസ്രി അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ആരോ ഉണ്ടാക്കിയ ഒരു കളവ്, അത് അറിഞ്ഞോ അറിയാതെയോ ചില കിതാബിൽ സ്ഥാനം പിടിച്ചു എന്നല്ലാതെ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ തർജുമകൾ പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദമായ ഗ്രന്ഥങ്ങളായി ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ലോകത്തെമ്പാടും പ്രചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മതം പഠിച്ച ധാരാളം താബികളുണ്ട്. ഹസൻ ബസ്രിയുടെ വാചകങ്ങൾ ഒട്ടുമിക്ക തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അവിടെ എവിടെയും ഹസൻ ബസ്രി റഹിമഹുള്ളാഹിയെ ചേർത്തിക്കൊണ്ട് സനദോടുകൂടി ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഈ പറയപ്പെട്ട 2 കിതാബിലല്ലാതെ അത് കാണാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുള്ളാഹി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായി പിൽക്കാലത്ത് പ്രചരിപ്പിച്ചാണ്. നമുക്ക് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ പേര് കളവ് പറയുന്നതിന് എതിരെ സംസാരിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.